നമസ്കാരം. കേരളത്തിൽ നടക്കാൻ പോകുന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കണം എന്ന മാരത്തൺ ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് 3 മുന്നണികളും. ഔദ്യോഗിക ചർച്ചകൾ ജൂലൈ മുതൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യരുടെ പേരിന് തന്നെയാണ് BJP പ്രഥമ പരിഗണന ഇപ്പോൾ നൽകുന്നത്. അതേസമയം പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാലക്കാട് BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കഠിനാധ്വാനം ചെയ്താൽ മണ്ഡലം പിടിക്കാം എന്നുള്ള വലിയ പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട്. C. കൃഷ്ണദാസിന്റെ പേരും ഇവിടെ പരിഗണനയിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലവും പാലക്കാടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും അതിനോടൊപ്പം ജോർജ് കുര്യനും BJPയുടെ സംസ്ഥാന തല സ്വീകരണത്തിന് വേദിയാകാൻ പോകുന്നത് പാലക്കാടാണ്. അടുത്ത മാസം 5ാം തീയതി വലിയ പൊതുസമ്മേളനത്തോടു കൂടിയാണ് ഇവിടെ സ്വീകരണം ഒരുക്കുന്നത്. തീർച്ചയായും ഇത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ ശക്തി പ്രകടനം കൂടിയായിരിക്കും. പാലക്കാട് പല പേരുകളും ഇതിനോടകം ചർച്ചയിൽ വന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ, സന്ദീപ് വാര്യർ, കൃഷ്ണകുമാർ, പത്മജ എന്നിവരടക്കമുള്ള പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ആയിരിക്കും ഇവർക്ക് വേണ്ടി പാലക്കാട് പ്രചരണത്തിന് എത്തുക എന്നുള്ള ചർച്ചകളും വളരെ സജീവമാണ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വലിയ പ്രചരണ പരിപാടികൾ കേരളത്തിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും BJPയുടെ കേന്ദ്ര നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് BJPക്ക് വലിയ വിജയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കൾ അല്ലെങ്കിൽ NDA മുന്നണിയിലെ പ്രമുഖർ തന്നെ എത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ കേന്ദ്ര തലത്തിൽ തന്നെ ഏതൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ആരൊക്കെ നേതൃത്വം നൽകണം എന്നതിനെ കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇതിന്റെ പേര് വിവരങ്ങൾ വരും ദിവസങ്ങൾ തന്നെ പുറത്തു വരികയും ചെയ്യും. പാലക്കാട് പിടിക്കാൻ കേന്ദ്രപ്പട തന്നെ എത്തുകയാണ് എങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.